Hi, good morning. Welcome to my class. Today we are going to study delta star transformation in electrical circuits. Delta star transformation എന്ന് പറയുന്നത് നമ്മൾ കിർച്ചോഫ് ലോ ഉപയോഗിക്കുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് ആയ വലിയ സർക്യൂട്ടുകളെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ് ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ. So basically, if applying Kirchhoff law, we have to solve a large number of simultaneous equations sometimes because for complex networks. So in such situations, a complicated network can be simplified by replacing the delta meshes by equivalent star system and vice versa. അതായത് കോംപ്ലക്സ് ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കാണപ്പെടുന്ന ഡെൽറ്റ മെഷുകൾ, ഡെൽറ്റ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള മെഷുകളെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർ ടൈപ്പ് മെഷുകളായി മാറ്റാൻ സാധിക്കുന്ന ഒരു ടെക്നിക്കാണ് ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലക്സ് നെറ്റ്വർക്കുകളിൽ ഡെൽറ്റ ടൈപ്പിലുള്ള റെസിസ്റ്റൻസ് നെറ്റ്വർക്ക്സ് വരുമ്പോൾ അതിന് പകരം സ്റ്റാർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാൽക്കുലേഷനിൽ എളുപ്പം ഉണ്ടാകും. പക്ഷേ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള സ്റ്റാർ നെറ്റ്വർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇപ്പോൾ ആദ്യമായി നമ്മൾ ഒരു സർക്യൂട്ട് സങ്കല്പിക്കാം. ആ സർക്യൂട്ട് ഒരു ഡെൽറ്റ സർക്യൂട്ടാണ്. സോ യു ക്യാൻ സീ ഹിയർ ഇൻ ദ ഡെൽറ്റ ഫിഗർ ദർ ഇസ് എ ഡെൽറ്റ സർക്യൂട്ട് ഹാവിംഗ് 3 റെസിസ്റ്റൻസസ്. ബേസിക്കലി ഡെൽറ്റ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംസിൽ 3 റെസിസ്റ്റേഴ്സ്, ഓരോ ആമിൽ ഓരോ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനാണ് ഡെൽറ്റ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിൽ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. R12, R23, R31. 3 ടെർമിനൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസ് ആണ് 1, 2, 3 എന്ന് പറയുന്ന ടെർമിനൽസ്. ഇപ്പോൾ നമ്മൾക്ക് 2 ടെർമിനൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് 1ഉം 2ഉം കൂടെ ഒരു ടെർമിനൽ കിട്ടി, 2ഉം 3ഉം കൂടെ ഒരു ടെർമിനൽ കിട്ടി, വീണ്ടും 1ഉം 3ഉം കൂടെ ഒരു ടെർമിനൽ കിട്ടി. അങ്ങനെ നമുക്ക് 3 ടെർമിനൽസ് എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഈ ഡെൽറ്റ നെറ്റ്വർക്കിന് പകരമായി തുല്യമായിട്ടുള്ള ഒരു സ്റ്റാർ നെറ്റ്വർക്കാണ് ഫിഗർ ബിയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് ഏത് റെസിസ്റ്റൻസ് ആണ് ഈ റീപ്ലേസ് ചെയ്താലാണ് ഈ ഡെൽറ്റ നെറ്റ്വർക്കിന് പകരമുള്ള സ്റ്റാർ നെറ്റ്വർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. So the two arrangements, that is the delta network and the star network, will be electrically equivalent if the resistance measured between any pair of terminals is the same in both the arrangements. അതായത് ഈ ആദ്യം കാണുന്ന ഡെൽറ്റ നെറ്റ്വർക്കിലെ 3 ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് അതേ ഇക്വലൻ്റ്, അതിന് സെയിം ആയിട്ടുള്ള റെസിസ്റ്റൻസ് സ്റ്റാർ നെറ്റ്വർക്കിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെൽറ്റ നെറ്റ്വർക്കിന് പകരം സ്റ്റാർ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഇവിടെ കണക്ട് ചെയ്ത റെസിസ്റ്റൻസസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്ത് അതിന് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്താണ്, ഓരോ റെസിസ്റ്റൻസ് 3 റെസിസ്റ്റൻസിൻ്റെ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് ആ റെസിസ്റ്റൻസസ് കണക്ട് ചെയ്താൽ സ്റ്റാർ നെറ്റ്വർക്ക് കിട്ടും. ആ സ്റ്റാർ നെറ്റ്വർക്കിലും 2 ടെർമിനൽസിൻ്റെ ഇക്വലൻ്റ് റെസിസ്റ്റൻസും ഡെൽറ്റ നെറ്റ്വർക്കിൻ്റെ എനി പെയർ ഏതെങ്കിലും 2 ടെർമിനൽസിൻ്റെ ഇടയിലുള്ള ഇക്വലൻ്റ് റെസിസ്റ്റൻസും സെയിം ആയിരിക്കണം. So that is the condition. So for getting this condition, that means the equivalent resistance between any pair of terminals in a delta network and star network should be the same. For getting this condition, what is the procedure? So first of all, the terminals 1 and 2. So you see the terminals 1 and 2. In between the terminals 1 and 2, there is a resistance R12. And in one path, and another path you can see the terminal between terminal 1 and 2 there is another resistance R23 and R31. These two are in series. അപ്പോൾ നമ്മൾക്ക് ടെർമിനൽ 1 and 2 അക്രോസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണുന്നത് R12 ഈസ് ഇൻ പാരലൽ വിത്ത് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് R31 ആൻഡ് R23. അപ്പോൾ R23യും R31ൻ്റെ സീരീസിൻ്റെ കൂടെ പാരലായി R12 കാണപ്പെടുന്നു. അപ്പോൾ
ഈ റെസിസ്റ്റൻസിൻ്റെ പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും 1 ഉം 2 ൻ്റെ അക്രോസ് ഉള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ്. ഓക്കെ, സോ നൗ ഫസ്റ്റ് ഓഫ് ഓൾ what is the resistance between terminals 1 and 2? That is nothing but R12 parallel the series combination of R23 and R31. So that means R1 R2 by R1 plus R2. So instead of R2, what I am going to write is R23 plus R31. അതായത് രണ്ട് റെസിസ്റ്റൻസ് സീരീസിലെ ഒരു റെസിസ്റ്റൻസ് ആയി വിചാരിക്കുകയാണെങ്കിൽ അത് R23 plus R31 ആയിരിക്കും. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആണെങ്കിൽ R1 R2 by R1 plus R2 ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ R12 into R23 plus R31, R12 plus R23 plus R31. ഇനി സ്റ്റാർ കണക്ഷൻ എടുക്കാം. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെയിം ടെർമിനൽസ് 1 and 2 ഈസ് R1 plus R2. ഇനി സ്റ്റാർ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതേ റെസിസ്റ്റൻസ് 1 ഉം 2 ൻ്റെ ഇടയിലുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് എടുത്താൽ അവിടെ R1 plus R2 ആയിരിക്കും. R1 plus R2യും ഇതും ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? R1 plus R2 is equal to R12 into R23 plus R31 by R1 plus R12 plus R23 plus R31. Similarly, terminals 1 ഉം 2, similarly for terminals 2 and 3 and terminals 3 and 1. ഇതേ പ്രോസസ് 2 ഉം 3 ഉം 3 1 ൻ്റെ ഇടയിൽ നമുക്ക് നോക്കാം. R2 plus R3, that is parallel of R23 and the series combination of R31 and R12. അതേപോലെ R13 നോക്കിയാൽ R3 plus R1, that is R31 into R, a series combination of parallel, that is R31 is parallel with the series combination of R12 and R23. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടി. അതായത് മൂന്ന് ടെർമിനൽസിന് വേണ്ടി 3 ഇക്വേഷൻസ് കിട്ടി. ആ 3 ഇക്വേഷൻസിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് സ്റ്റാർ കണക്ഷൻ്റെ റെസിസ്റ്റൻസ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ റെസിസ്റ്റൻസും R1 R2 R3 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻസ് ഉണ്ട്, 3 അൺനോൺസ് ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 3 അൺനോൺസ് ഉണ്ട്. അപ്പോൾ R1 R2 R3 കണ്ടുപിടിക്കണമെങ്കിൽ 3 ഇക്വേഷൻസിനെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഏതെങ്കിലും 2 ഇക്വേഷനിൽ നിന്നും, ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? R3 എലിമിനേറ്റ് ചെയ്യാം. സബ്ട്രാക്ട് ചെയ്താൽ R2 plus R3 മൈനസ് ഓഫ് R3 plus R1, അപ്പോൾ R3 എലിമിനേറ്റ് ആയി പോകും. ഇനി ആ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഒരു വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ഈ R1 R2 R3 വാല്യൂസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് വിൽ ട്രാൻസ്ഫോം എ ഡെൽറ്റ കണക്ഷൻ ഇൻടു എ സ്റ്റാർ കണക്ഷൻ. So what are the values of R1? The value of R1 is given by R12 R31 by R12 plus R23 plus R31. ഇത് ഓർത്തിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്, പറഞ്ഞുതരാം. R2 is equal to R23 R12 by R12 plus R23 plus R31. Similarly, R3 is equal to R31 R23 by R12 plus R23 plus R31. So how to remember this? It is seen from the above that each numerator is the product of the two sides of the delta which meet the point in the star. So hence it should be remembered that the resistance of each arm of the star is given by the product of the resistances of the two delta sides that meets at its ends divided by the sum of the 3 delta resistances. So similarly, this is a reverse process. That means you are finding the equivalent resistances in delta connection, and that you can do by equating the equivalent resistance of the output terminals in the delta connection and the equivalent resistance of the terminals in the star connection. So accordingly, you will get the values of the resistance in the delta connection as R12 is equal to R1 plus R2 plus R1 R2 by R3, like that. R1 R23 also you will get, R31 also you will get. So you can remember this equivalent resistance in the delta equivalent delta resistance between any two terminals is given by the sum of the star resistances between two terminals plus the product of these two star resistances divided by the third star resistances. So once we do the problem, you will understand more. So now I am starting to do a problem based on the delta star connection. So we have a circuit. The circuit is given in the figure 2.186a. So the question is, you have to find the input resistance of the circuit between the points A and B. So first of all, here we have to convert this delta into star connection. So you can see here the terminals
in this delta, you can see the terminals A and B are there, and between A and B there is a series resistance 4 and 16/9. That because the first network is converted into the second network by solving the resistances 4, 8 parallel, that is in series with 6. So here we got 8 and 4, and then so the resistance across C and S, that is 16/9. Resistance across E and S is 24/9. Resistance across D and S is 12/9. That is formed by the value of the resistance formula, that is the resistance, other resistance, that is a combination of the parallel connection. The equivalent resistance is R1 R2 by R1 plus R2. So similarly, we got the value of RAB, that is 4 plus 16/9 plus 35/9. Similarly, you can do the problem in this next question. Calculate the current through the 10 ohm resistor of the figure 1.2.8188. So here we have a circuit which is a complex circuit. So in the complex circuit, we can divide it into basically in the first in between A and B there are two resistances 12 and 24 that are in parallel, and you find the equivalent of that, then 34, and then again we have 30 plus 27, that is in parallel with 30 plus 13. So like that we can do it and complete this problem as explained before. So I have used the equivalent star resistance formula to find the to find the equivalent resistance of the star network from the delta network. So if you use the formula which from the star to delta, you can find out the equation. You can find the equivalent resistance for the equivalent delta connection. So we come to the end of that. Thank you.